പരിപാടിയുടെ സംഘാടകർ ഇവിടെ ക്യാമറാമാൻമാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രവേശന കവാടത്തിലാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവേശന കവാടത്തിൽ നമസ്കാരം. ഇവിടെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ സ്വാമിമാരെല്ലാം ഉണ്ട്. ഈ മലയടിവാരത്ത് കയറുന്ന ഭാഗത്ത് തന്നെയായി സജ്ജീകരിച്ചു വച്ചിരിക്കുന്ന ഒരു ചെറിയ പൂജാ കേന്ദ്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മല കയറാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് അതിന് മുൻപ് തന്നെയായിട്ട് ഇവിടെ നിന്നൊരു ആരാധന ചെയ്യുകയും തുടർന്ന് യാത്ര മുന്നോട്ട് പോവുകയും ചെയ്യാവുന്നതാണ്. എത്രയെത്ര ഭക്തജനങ്ങളാണ് കഞ്ചിക്കോടിൻ്റെ പ്രദേശത്ത് നിന്ന് ഈ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആരാധനയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത് കാരണത്താൽ ഭക്തജനങ്ങൾക്കൊന്ന് വിശ്രമിക്കാനും കൂടെയുള്ള സൗകര്യം, വെള്ളം കുടിക്കുവാനും ഭക്ഷണം കഴിക്കാനും എല്ലാം ഉള്ള സൗകര്യം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ബാലൻ. എത്ര വർഷമായി ഇവിടെ ഈ കുറേ പൂർവികമായി ചെയ്തിരുന്നതാണ്. ഒരു 6 വർഷം പിടിച്ചിട്ട് വളരെ ഒരു ചുരുങ്ങൊരു 4000. ഇപ്രാവശ്യം ഞങ്ങളൊരു 4000 കാണുന്നത്. അതായത് വന്ന് കഴിഞ്ഞ പ്രാവശ്യം 9 ചാക്ക് അരി ചോറ് വെച്ചു. അതായത് രാത്രി മുഴുവൻ സ്ത്രീകളും കുട്ടികളും വന്നിട്ട് നമ്മളിവിടെ കായ്കറി നുറുക്കുകയും ഇവരെല്ലാം ഇപ്പോൾ പോയിരിക്കുകയാണ്. എല്ലാം ആൾ കയറ്റി തന്നെ സാർ. എല്ലാവരും തോളിലേറ്റി കയറ്റിയാണ്. ഇതിൻ്റെ മലമുകളിലേക്കുള്ള എല്ലാ വെള്ളവും എല്ലാ സംവിധാനവും മുകളിൽ. ഇലക്ട്രിസിറ്റി എത്തിയില്ല. ട്രാൻസ്ഫോർ പിന്നെ ഇതാണ് ജനറേറ്ററാണ്. ജനറേറ്ററും സ്വാമികൾ മുകളിൽ കയറ്റുന്നതാണ്. കംപ്ലീറ്റ് വന്നിട്ട് ഇത് മുഴുവനും കായികമായ അധ്വാനം കൊണ്ട്, പണം കൊണ്ട് മാത്രമല്ല, അത് ആ ജനങ്ങളുടെ അവിടുത്തെ ഒരു കൂട്ടായ്മ. വളരെ നമ്മുടെ ചെറിയ കുട്ടികളും നമ്മുടെ ചെറുപ്പക്കാർ വളരെ ഇൻട്രസ്റ്റ് എടുത്തിട്ട് രാത്രിയും പകലും പാമ്പോ വലിയതൊന്നും പ്രശ്നമല്ല. ഒരു ടോർച്ചില്ലാതെ മുഴുവനും മല കയറിക്കൊണ്ടിരിക്കുകയാണ്. 5ഉം 8ഉം 10ഉം പ്രാവശ്യം കുട്ടികൾ വർഷത്തിലൊരു പ്രാവശ്യം അല്ല, എല്ലാ മാസം 1-ാം തീയതി പൂജയുണ്ടാവും. പിന്നെ വന്നിട്ട് പിന്നെ ഈ വർഷത്തെ ധനിപ്പത്തിന് അന്നദാനത്തോട് കൂടിയിട്ട് ഇന്നേക്ക് ഫുള്ളായിട്ട് അയ്യപ്പൻ വിളക്ക് മുകളിൽ കഴിക്കുന്നുണ്ട്. ഒരു അമ്പലം പണിയാനുള്ള ആഗ്രഹമുണ്ട്. മനസ്സിലായി. ഇത് വന്നിട്ട് ആരും വന്നിട്ട് വളരെ കഠിനാധ്വാനം. അതായത് ബാബുസ്വാമി, കൃഷ്ണസ്വാമി അവറുകൾ, കുമാർ, അങ്ങനെ ഒരുപാട് കുട്ടികൾ, അത് ഞങ്ങളല്ലാതെ അധ്വാനിച്ച ഒരുപാട് കുട്ടികളുണ്ട്. അതായത് രാവും പകലും ഒരു മാസങ്ങൾ പിടിച്ചിട്ട് പിരിക്കുകയും അവരുടെ ആ സത്യസന്ധമായിട്ടുള്ളതുകളും അരിയും കാര്യങ്ങളും എല്ലാവരും സ്പോൺസർ. ഇപ്പോൾ 10-15 ചാക്ക് അരി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതേമാതിരി എല്ലാ ഐറ്റംസും മനസ്സിലായില്ലേ. വളരെ സഹകരണമാണ് എല്ലാവർക്കും. പിന്നെ മല കയറാനും ഭഗവാന്റെ ദർശനം 5-6 വർഷം പിടിച്ച് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് വരെയും ഞങ്ങൾക്കൊരു ഒന്നും സംഭവിച്ചില്ല. താഴെ ഗണപതി, അത് ഗണപതി പറഞ്ഞ ഉത്സവമൂർത്തി ആനയുടെ ചിഹ്നമായിട്ടാണ് ഉള്ളത്. അയ്യപ്പമല പറഞ്ഞ അടുപ്പുകൂട്ടി മല, അയ്യപ്പമല എന്നുള്ള നേരത്തെ തൊട്ട് രാജാക്കന്മാരുടെ ഭരണ സമയത്തിന് ഉള്ളതാണ് പേര്. അല്ലാണ്ട് പെട്ടെന്നൊരാളെ അയ്യപ്പമല ഇതാക്കിയതല്ല. അത് 300 വർഷം നമ്മുടെ മാരിയമ്മ ക്ഷേത്രത്തിൻ്റെ പഴക്കം തന്നെ ഇതിനും പഴക്കമുണ്ട്. പക്ഷെ അത് 100 വർഷമായിട്ടാണത് കൈകാര്യം ചെയ്തുകൊണ്ട്. അതിൻ്റെ ഗുരുസ്വാമിയുടെ ഫോട്ടോ അവിടെയുണ്ട്, അവിടെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതായത് അങ്ങേരാണ് ഞങ്ങളെയൊക്കെ കൈ പിടിച്ചിവിടെ എല്ലാ കാർത്തികയ്ക്കും വിളക്ക് വെച്ചാൽ കൊണ്ടുവരുന്നത്. പേര് ചാമിയാർ നായ്ക്കർ എന്നാണ്. പുള്ളിയുടെ സ്ഥലമാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ അതേമാതിരി സ്വാമിയാർ നായ്ക്കർ, മത്ത നായ്ക്കർ, രാഘവസ്വാമിയുമായിട്ട് 3 ആൾക്കാരും ചേർന്നിട്ടാണ് ഇതിനെ ഞങ്ങളെ കൈപ്പിടിച്ചത്. അപ്പോൾ അവരുടെ പിൻഗാമിയായി ഞങ്ങൾ എല്ലാ മാസവും 1-ാം തീയതി മലയാളം 1-ന് മുകളിൽ 4 മണിക്ക് പോയി പൂജാ കാര്യങ്ങളെല്ലാം ചെയ്ത് അന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം തയ്യാറാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുടത്തിൽ വെള്ളം കൊണ്ടുവരികയും അതുപയോഗിച്ച് വളരെ മനോഹരമായി ഈ കാനനത്തിൽ ഒരു അടുക്കള ഒരുക്കി എല്ലാവരും ചേർന്ന് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, വരുന്ന 4000-ഓളം ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ സൗകര്യങ്ങളാണ്, അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മലയടിവാരത്തിൽ കാനനത്തിന് നടുവിൽ അതിവിപുലമായ അന്നദാനത്തിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ കാണുന്നത്. 2 വലിയ ചരക്കുകളിലായി ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വാമിയാർ നായ്ക്കർ ഗുരുസ്വാമിയുടെ ഫോട്ടോ ഇവിടെ അന്നദാന പന്തലിൽ വെച്ചിട്ടുണ്ട്. ഈ അയ്യപ്പമലയിലെ ആരാധനകൾ ആരംഭിക്കുവാൻ കാരണക്കാരനായ ഗുരുസ്വാമിയുടെ ഫോട്ടോയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്ന ഭക്തജനങ്ങളിൽ പലരും കുടങ്ങളേറ്റിക്കൊണ്ട് മുകളിലേക്ക് വെള്ളവും കൊണ്ട് ചുമന്നുകൊണ്ട് പോവുകയാണ്. ഭക്തജനങ്ങൾക്ക് കുടിക്കുവാനുള്ള ജലം മുകളിലേക്ക് കുടത്തിലേറ്റിക്കൊണ്ട് പോകുന്ന അമ്മമാരെയാണ് നമ്മൾ കാണുന്നത്. കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ആനകൾ പുറത്തേക്ക് വരാതിരിക്കുവാൻ വേണ്ടി കെട്ടിയിരിക്കുന്ന കരണ്ട് വേലിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഒരു ദിവസത്തേക്ക് ഈ കരണ്ട് വേലിയിലൂടെ ഒരു വാതായനം സൃഷ്ടിക്കപ്പെടുകയും അതിലൂടെയാണ് ഭക്തജനങ്ങൾ മുകളിലേക്ക് കയറുന്നത്. അമ്പലം പണിയുന്നതിനായിട്ട് ഭാവിയിലെ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനത്തിനായുള്ള മണൽ ചാക്കുകളാണ് ഭക്തജനങ്ങൾ അവരുടെ കയ്യാൽ കഴിയുന്ന സാധനങ്ങൾ എടുത്ത് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്.
അവരവരാൽ കഴിയുന്നത്ര മണൽക്കിഴികൾ മുകളിലേക്ക് എത്താവുന്നത്രയും ദൂരം എത്തിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ ചുമലിലും നമുക്ക് ഓരോ മണൽ ചാക്കുകൾ കാണാം. അവരുടെ ക്ഷേത്രം പണിയുന്നതിനായി അവർ തന്നെ അവരുടെ കൈകളിൽ ഏന്തി കൊണ്ടുപോകുന്ന മണൽ ചാക്കുകളുടെ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ദൂരം കൊണ്ടുപോകാൻ സാധിക്കുമോ അത്രയും ദൂരം കൊണ്ടുപോയി അവിടെ വയ്ക്കുകയും തുടർന്ന് മറ്റുള്ള ഭക്തജനങ്ങൾ അതിനെ ഏറ്റെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഭാവിയിൽ പണിതുയർത്താനിരിക്കുന്ന ഒരു മഹാക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുമലിൽ മണൽ ചാക്കും വെച്ചുകൊണ്ട് ഇത് അയ്യപ്പൻ വിളക്കിനായി കൊണ്ടുവന്നിട്ടിരിക്കുന്ന വാഴയുടെ ബാക്കിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാനനത്തിൽ മലമുകളിലും ഇതാ ജനറേറ്റർ സജ്ജമാക്കിയിരിക്കുന്നു. രാത്രിയാകുമ്പോഴേക്ക് വെളിച്ചം കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണിത്. ഒരു മഹാക്ഷേത്രത്തിലേക്കുള്ള മണൽത്തരികളാണ് ചുമലിൽ ഏറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരോ ഭക്തജനങ്ങളുടെ ചുമലിൽ ഏറ്റിക്കൊണ്ട് ചില സ്ഥലങ്ങളിലെല്ലാം ചുമട്ട് മതിയാക്കി താഴെ വെച്ചുപോയ മണൽച്ചാക്കുകളെ നമ്മൾ കാണുന്നു. ഭാരം സഹിക്കാനാവാതെ മല കയറുന്നതിൻ്റെ വിധവും മല കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും താഴെ നിന്ന് അനൗൺസ്മെൻറ്റിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ക്ഷീണിക്കുമ്പോൾ ഇരുന്നും ശ്വസിച്ചും കൊണ്ട് വളരെ വൃദ്ധരായവർ പോലും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പോലും മല കയറുവാൻ പ്രയത്നിക്കുകയാണ് ഇവിടെ. എത്ര കഠിനമായ കാര്യങ്ങളും ലളിതമാക്കിക്കൊണ്ട് മലകയറ്റം സാധ്യമാകും എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഷ്ടമുണ്ടോ? കുഴപ്പമില്ല. എൻജോയ് ചെയ്യുന്നുണ്ടോ? ഒരടി തെറ്റിയാൽ ആഴങ്ങൾ താഴെയാണ്. വളരെ ശ്രമമുള്ള പ്രയത്നമാണ്. എന്നിട്ടുകൂടെ എൻ്റെ കയ്യിലുള്ള മണൽച്ചാക്ക് പോലും ഞാൻ മുകളിൽ എത്തിച്ചേ അടങ്ങൂ എന്ന് ഭക്തജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നോക്കൂ, കൊച്ചുകുട്ടിയുടെ മലകയറ്റം, ഉയരങ്ങൾ കീഴടക്കാനുള്ള ഒരു യാത്ര. ഈ കൊച്ചുമിടുക്കൻ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു പോകുന്ന ദൃശ്യം കാണുന്നു. വളരെ വിദൂരത്താണ് നമ്മൾ കണ്ട വിശ്രമ കേന്ദ്രം. ഭക്തജനങ്ങൾ ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈശ്വരൻ കൈപിടിച്ച് കയറ്റുന്നു എന്ന ബോധത്തോടെ എല്ലാ ഭക്തജനങ്ങളും മല കയറുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് കയറുന്നതിൽ കൂടെ. വളരെ രസകരമായാണ് ജനങ്ങൾ ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാവരും നന്നായി കിതയ്ക്കുന്നുണ്ട്. ഈ കയറ്റം ആനന്ദകരമായ ഒരു ഉദ്യമമായിട്ടാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നുവരെ ഈശ്വരനെ വിളിച്ചിട്ടില്ലാത്തവർ പോലും ഒരു നിമിഷം വിളിച്ചു പോകുന്ന കയറ്റം. ക്ഷീണിച്ചിരിക്കുകയാണോ? ചെയ്യാതെയായോ? ക്ഷീണിതയാണ്. മണൽച്ചാക്ക് കയ്യിലുണ്ട്. എന്നാലും കയറ്റം തുടരാനുള്ള പ്രയത്നത്തിലാണ്. വീണ്ടും എഴുന്നേറ്റ് യാത്ര. ഈശ്വരൻ്റെ ഓർമ്മയിൽ ഈ ബുദ്ധിമുട്ടുകളൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. വളരെയധികം എൻജോയ് ചെയ്തുകൊണ്ട് ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ഓർമ്മിച്ചുകൊണ്ട് മല കയറുമ്പോൾ വളരെയധികം സുഖവും സന്തോഷവും തോന്നുന്നുണ്ട്. സ്ഥിരമായി ആനകൾ വരുന്നതിൻ്റെ വിവിധ ലക്ഷണങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ആനകൾ ഇറങ്ങാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള കമ്പിവേലി നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. ആനകൾ ഇത്രയും കുത്തനെയുള്ള മരച്ചെരുവിലൂടെ പോലും ഇറങ്ങുന്നുണ്ട്. ഉണങ്ങിയ പുല്ലുകൾക്കിടയിലൂടെയാണ് യാത്ര. വേനലിൻ്റെ കാഠിന്യത്തിൽ ഉണങ്ങിപ്പോയ പുൽനാമ്പുകളുടെ ഇടയിലൂടെ പാതി വഴിയിൽ കിട്ടുന്ന ചില വിശ്രമ സ്ഥലങ്ങളിൽ, ചില പാറകളിൽ വിശ്രമിക്കുകയാണ് നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ദൃശ്യങ്ങൾ. കിതപ്പ് മാറ്റാനായി വിശ്രമിക്കുന്ന ഭക്തജനങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദൂരത്തിൽ തനിച്ചു പോകുന്ന ഒരു അമ്മയെ നമുക്ക് കാണാം. കയ്യിൽ മണൽച്ചാക്കുമായി, സ്വന്തം ദാഹത്തിനും വിശപ്പിനുമുള്ള സാധനങ്ങളുമായി ഒറ്റയ്ക്ക് നടന്നു നീങ്ങുന്നത്. നിങ്ങൾ ഈ കാര്യത്തിൽ അറിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും വലിയ മഹത്വം. താഴെ കാണുന്ന വലിയേരി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാതടാകം ഈ മലയുടെ അടിവാരത്തായി കാണുന്നു. മണൽച്ചാക്കെടുത്ത് ഓടിക്കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പ